പണ്ടൊരു മുത്തശ്ശനും മുത്തശ്ശിയും നടന്നു വരുമ്പോൾ കുഴിയിൽ ചാടിയിട്ടാണ് അത്ര കുഴക്കട്ട എന്നുള്ള പേരുണ്ടായത്. അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? സാധാരണ നമുക്ക് കുഴക്കട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഇങ്ങനെ തേങ്ങയും ശർക്കരയും ഒക്കെ നിറച്ചിട്ടുള്ള മധുരമുള്ള കുഴക്കട്ട അല്ലേ. ഇത് സംഭവം വേറെതാണ്. ഈ ഒരു കുഴക്കട്ട ഉണ്ടാക്കാൻ നമുക്ക് പൊന്നിയരി, പുഴുങ്ങലരി അല്ലെങ്കിൽ റേഷനരി എടുക്കാം. എല്ലാ വിഭവങ്ങളും വടകര ആ ഒരു ഭാഗത്തൊക്കെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അരികളൊക്കെയാണ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതാ കൈ കുത്തുന്ന ചൂടുള്ള ഈ ഒരു വെള്ളയില്ലേ അത് അവിടെ ഒഴിച്ച് വെക്കുക, പൊതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ പൊന്നിയരി ആണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ വെച്ചാൽ മതി, അപ്പം തന്നെ പുതിർന്ന് കിട്ടും. മറ്റുള്ള അരികളാണെങ്കിൽ തലേ ദിവസം തന്നെ പുതിർത്താൻ വേണ്ടിയിട്ട് അവിടെ വെച്ചാൽ മതി. ഇത് സംഭവം സിമ്പിളാണെങ്കിലും നല്ല രസമുള്ളൊരു സാധനമാണ്. ഇത് ആ ഒരു ഏരിയയിൽ മാത്രമല്ല, പിന്നെ ഈ കാസർഗോഡൊക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, കാസർഗോഡ് ഇതിന് കടുമ്പ് എന്ന് പറയും. പിന്നെ നമ്മൾ അതും കൂടെ വിട്ടിട്ട് മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിന് പിണ്ടി എന്ന് പറയും. പണ്ടൊരു മുത്തശ്ശനും മുത്തശ്ശിയോ എവിടെയോ പോയപ്പം അവർക്ക് തിത്തയ്യപ്പം എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തെന്നും, എന്നിട്ട് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അവരിങ്ങനെ നടന്നു വരുമ്പോഴൊക്കെ പേര് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തിത്തയ്യപ്പം 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 എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നെന്നും, പക്ഷെ വഴിയിൽ ഏതൊരു കുഴിയിൽ അങ്ങോട്ട് വീണപ്പം പേര് മറന്നു പോയിട്ട് പിന്നീട് കുഴക്കട്ടപ്പം ആയി മാറിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ പേരിൻ്റെ കഥയിൽ. പക്ഷെ സംഭവം അത് ആ മധുരമുള്ളതാണ്. ആ മധുരമുള്ളതിനെ പിന്നെ മാറ്റിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കുഴക്കട്ടയാക്കിയിട്ട് വന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും എനിക്കതിന് പറ്റിയ ഏറ്റവും കോമ്പിനേഷൻ നല്ലതായിട്ട് തോന്നിയത് മീൻ മുളകിട്ടതാണ്. തലേദിവസത്തെയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള മീൻ മുളകിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ വലിയ 2 തക്കാളി. ഒരു മീൻ മുളകിടുമ്പം അതിന് ഏറ്റവും രുചി ഇവിടുന്ന് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയുന്ന കാര്യമാണ്, മീൻ മുളകിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പുളിയും എരിവും ഉപ്പും ഇങ്ങനെ കറക്റ്റായി വന്നിട്ടുണ്ട്. അതാണ് അതിന് ഏറ്റവും നല്ലൊരു മീൻ മുളകിട്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തക്കാളി നന്നായിട്ടിടണം. അപ്പോൾ വലിയ 2 ഈ മീൻ മുളകിട്ടതിന് അപ്പോൾ വലിയ 2 തക്കാളി എടുത്തു. എന്നിട്ട് അതിലേക്കില്ലേ നിറച്ചും പച്ചമുളകിടാം. ആ പച്ചമുളക് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആ പച്ചമുളക് ഇങ്ങനെ വെന്ത പച്ചമുളകൊക്കെ ഇങ്ങനെ ചീച്ചിട്ടാണ് നമ്മൾ ഈ കുഴക്കട്ട കഴിക്കേണ്ടത്. ആ ഒരു രുചി നമുക്ക് കിട്ടണം. അപ്പോൾ തക്കാളി പച്ചമുളക് നിറയെ ഇട്ടു. പിന്നെ അതിലേക്ക് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളി, ആ ഒരു സംഭവം എടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ നാടൻ സാധനങ്ങൾ, നമ്മുടെ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതിലേക്കൊക്കെ ഈ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മൾ മുഴുവനും അങ്ങോട്ട് തോല് കളയരുത്. ആ വലിയ തോലുകളൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇടുക. അതായത് ആ തോലും കൂടെ അതിലിങ്ങനെ കിടക്കണം. അപ്പോഴാണ് ആ നാടൻ ഫ്ലേവർ നമുക്ക്, ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടുക. അപ്പം നിറച്ചും തക്കാളി, നിറച്ചും പച്ചമുളക്, നിറച്ചും നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെയാണ് നിറയെ കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ടിട്ട് ഉപ്പിടുക. പിന്നെ മുളകും മഞ്ഞളും ഇടുക. മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നാടൻ മുളക് പൊടി തന്നെ ചേർക്കണം. അല്ലാതെ കാശ്മീരി ചില്ലി പൗഡർ ഇങ്ങനത്തെ മീൻ മുളകിട്ടതിലൊന്നും ചേർക്കരുത്. അത് കളർ തരും, പക്ഷേ അതിൻ്റെ ഫ്ലേവർ വ്യത്യാസമുണ്ട്. നമ്മുടെ നാടൻ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ മുളക് പൊടി വേണം. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ പുളി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി മീൻ മുളകിട്ടൊക്കെ, അതിലേക്ക് കുറച്ചധികം മുളക് പൊടി ഇട്ടാലും എരിവ് അങ്ങനെ പെട്ടെന്ന് വരില്ല. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് തിരുമ്മിയിട്ട് ആ തക്കാളിയൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ അത് സോഫ്റ്റായിട്ട് വന്നോളും. എന്നിട്ട് അതിലേക്ക് ആ പുളി ഒഴിക്കുക. ഈ പുളിയൊക്കെ ഒഴിക്കുമ്പോൾ ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ ആ പുളിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ആ രുചി നോക്കുമ്പോൾ ഇല്ലേ, നമുക്ക് ആ പുളി, അതുപോലെ തന്നെ ആ എരിവ്, പിന്നെ ഉപ്പ്, ഇത് മൂന്നും ഇങ്ങനെ കറക്റ്റ് ഒരു അനുപാതത്തിലായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മുളക് കറി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി നമ്മൾക്ക് നമ്മുടെ മീൻ ശരിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിന് ഞാൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തിയാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് സംഭവം എന്ന് പറയുന്നത്. ഏറ്റവും നാടൻ ഒരു രുചിയിൽ നമ്മൾ കഴിക്കാമെന്ന് പറയുമ്പം മത്തിയും മത്തിക്കറിയും മത്തി മുളകിട്ടതും കുഴക്കട്ടയാണ്. മത്തി തന്നെ ശരിക്കും നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ ഭയങ്കര രുചിയായിരിക്കും നമ്മൾ മീൻ മുളകിടുമ്പോൾ. കാരണം അതിലേക്ക് ആ നെയ്യ്, ആ എണ്ണയൊക്കെ ഇങ്ങനെ വന്നിട്ട്. പക്ഷേ ഇത് കുറച്ചൊരു ഉറപ്പുള്ളതാണ്, പക്ഷെ നല്ലത് തന്നെയാണ് ഈ മത്തി എന്ന് പറയുന്നത്. മറ്റിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വലിയതായതുകൊണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മുടെ മുളക് കറിയിലേക്ക് ഇടുന്നത്. പിന്നെ കുറച്ച് മീൻ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ കുഴക്കട്ടയും മീൻ പൊരിച്ചതും അതും ഒരു നല്ല രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ അവിടെ മാറ്റി വെച്ചു. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ മുളകിട്ടതൊക്കെ നോക്കിയാൽ കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വന്നില്ലേ. ഇങ്ങനെ ഒരു കുറുകിയ ഒരു സമയത്താണ് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉലുവ ഇടില്ല. ചില മീൻ മുളകിട്ടയിൽ ഉലുവ ഇടും, പക്ഷെ കുഴക്കട്ടക്കുള്ളതിൽ ഉലുവ ഇടേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആ കഷ്ണം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള
മത്തി കഷ്ണങ്ങൾ അതിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ആ കറി അങ്ങോട്ട് വരണം. പിന്നെ നമ്മുടെ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മുടെ കറിയിലേക്ക് വരൂലേ, അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിലുള്ള ഒരു മീൻ മുളകിട്ടത് കിട്ടും. അപ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് മൂടി അവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ കറി സെറ്റ് ആവട്ടെ. ഇനി ഞാൻ നേരത്തെ കുറച്ച് മീൻ അവിടെ ബാക്കി വെച്ചില്ലായിരുന്നോ, അത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്നുമില്ല, തട്ടിപ്പിലൊരു പൊരിക്കലാണ്. അതിലേക്ക് ജസ്റ്റ് നമ്മുടെ മീൻ മസാലപ്പൊടിയില്ലേ അതങ്ങോട്ട് ഇടുക, ഉപ്പിടുക, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് കുഴക്കട്ടൊക്കെ ആകുമ്പോഴത്തേനും ഇതിനെ പൊരിച്ചങ്ങോട്ട് എടുക്കാം, നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറി ഒന്ന് എടുത്ത് നോക്കാം. കുറേ നേരം ഒന്നും വെക്കേണ്ട, മീൻ മത്തിയുമാണ്, എസ്പെഷ്യലി വേഗം വെന്തിട്ട് ഒരു 7 മിനിറ്റൊക്കെ മതി. നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഓർക്കണം, നല്ല രസമാണ്. പുളി, എരിവ്, ഉപ്പ് ഒക്കെ ഇങ്ങനെ കറക്റ്റായിരിക്കണം. എന്നിട്ട് നമ്മളവിടെ ഓഫ് ചെയ്തിട്ട് മൂടി അവിടെ വെക്കണം കുറച്ച് നേരം. എന്നിട്ട് നമ്മുടെ ആ പച്ചമുളകും തക്കാളിയൊക്കെ അതിലിങ്ങനെ കിടന്നിട്ട് നല്ല ഒരു ഫ്ലേവർ ഇങ്ങോട്ട് ആയി വരും. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ മൂടിച്ചമ്പൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ അവിടെ ഒഴിച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഴക്കട്ടയ്ക്കുള്ള അരി അരച്ചെടുക്കാം. അതിപ്പോൾ 2 മണിക്കൂറിലധികം കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മൾ എല്ലാ അരിയും കഴുകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു ക്ലിയർ വാട്ടർ കിട്ടുന്നവരെ, വെള്ളം ഇങ്ങനെ വരുന്നവരെ നമ്മളതിനെ കഴുകണം. എന്നാലാണ് നമുക്ക് ആ പശ പോലത്തെ സംഭവങ്ങളൊക്കെ പോയി കിട്ടുക. എന്തരിയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ കുഴക്കട്ടയിലേക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി, അതുപോലെ തന്നെ ചെറിയ ജീരകം, പിന്നെ തേങ്ങയാണ് ഇതിൽ മുഖ്യമായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുഴുവൻ കൊടുക്കുന്നത്. അത് ഇഷ്ടം പോലെ ഇടണം. എസ്പെഷ്യലി നമ്മൾ ഈ കുറ്റ്യാടി വടകര ഭാഗത്തൊക്കെ ഉള്ള ഭക്ഷണങ്ങളിലെ ഒരു മുഖ്യ സംഭവം എന്ന് പറയുന്നത് തേങ്ങയായിരിക്കും. കാരണം കുറ്റ്യാടി തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അത്രയും അവിടെ പ്രശസ്തമായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഈ തേങ്ങ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ മുഖ്യ എല്ലാത്തിലും ഇടുന്നൊരു സംഭവമാണ് തേങ്ങ. പിന്നെ ഈ ചെറിയുള്ളിയും പിന്നെ നമ്മൾ എടുക്കുന്നത് ചെറിയ ജീരകമാണ്, ചെറിയ ജീരകവും. ഇത് രണ്ടും വേണമെന്നില്ല, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാവുന്ന സാധനമാണ് ചെറിയുള്ളിയും ചെറിയ ജീരകവും. ഞാൻ സാധാരണയായിട്ട് ഇവിടെ ചെറിയുള്ളിയും ജീരകം ഇടലില്ല, തേങ്ങ മാത്രമാണ് ഇടല്. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഗ്രൈൻഡറിലാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ചെറിയുള്ളിയും ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് അരക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ തേങ്ങ ഇടുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഒന്നും ശരിക്കും ഒന്നും അങ്ങോട്ട് അരഞ്ഞു കിട്ടൂല. പിന്നെ തേങ്ങ അരി ഇടുക. അപ്പോൾ ഈ അരി ഇടുമ്പോൾ നമ്മളിതാ ഇങ്ങനെ നമ്മൾ അരിപ്പ കയ്യിൽ കോരിയിടുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കോരിയിടുക. അപ്പം നമുക്ക് കറക്റ്റ് വെള്ളമായിരിക്കും. പിന്നെ അതിലേക്ക് ഉപ്പിടുക. എന്നിട്ട് ഇതുപോലെ ആയി കിട്ടൂല, അതായത് ഒന്നും ഒതുങ്ങി കിട്ടൂല, ശരിക്കും അരയരുത്. കുറച്ചൊന്ന് ഒതുങ്ങുമ്പം മാത്രം നമ്മൾ അതിലേക്ക് ഇഷ്ടം പോലെ തേങ്ങ ഇട്ട് കൊടുക്കുക, അടുത്തുള്ള പോലെ തേങ്ങ ഇടുക. എന്നിട്ട് നമ്മൾ അരഞ്ഞങ്ങോട്ട് പോകാൻ പാടില്ല, കുറച്ചിങ്ങനെ അരഞ്ഞിങ്ങനെ വരുമ്പം തന്നെ അതിനെ ഇങ്ങോട്ട് വാരി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നെയ്പ്പത്തിൽ ഞാൻ മുന്നേ കാണിച്ചില്ല, നെയ്പ്പത്തിലിൻ്റെ അരി അരഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ അരയും വേണം. പക്ഷെ കുഞ്ഞിപ്പത്തിലും ഞാൻ കാണിച്ചില്ലേ, ആ കുഞ്ഞിപ്പത്തിലിൻ്റെ അത്ര അങ്ങോട്ട് നല്ലോണം അരഞ്ഞും പോരുത്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു അരപ്പാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ അരി അരച്ചെടുത്ത് ഇനി നമുക്ക് ഗ്രൈൻഡർ ഇല്ലെങ്കിൽ മിക്സിയിലല്ലേ അരക്കുക. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ പൊന്നിയരി ആവുമ്പോൾ നമുക്ക് വേഗം അരഞ്ഞു കിട്ടും. മറ്റേ പുഴുങ്ങലരിയും റേഷനരി ആവുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ തന്നെ അത് രണ്ടും തലേ ദിവസം തന്നെ പുതിർത്തി വെക്കണം. ആ 2 അരികളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലേ നമുക്ക് നല്ലോണം അരഞ്ഞു കിട്ടും. നല്ലോണമല്ല, കുറച്ചിങ്ങനെ ഒതുങ്ങിക്കിട്ടും. അപ്പോൾ ഇതിൽ ഞാനിതാ ഉപ്പിട്ടിട്ട്, ഇതിലേക്ക് തേങ്ങ ഒന്നും ഇടുന്നില്ല, പിന്നെയാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. കാരണം വെള്ളം കൂടിയാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ട് അരി അങ്ങോട്ട് ആദ്യം അരച്ചെടുക്കുക, കുറച്ച് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കുക, അങ്ങനെയാണ് പറയുക. അങ്ങനെ ഒതുക്കിയെടുത്ത അരിയിലേക്ക് നമ്മളിപ്പോൾ ഇത് പൊന്നിയരി ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നോക്കിയാൽ കറക്റ്റ് ഒരു അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെയാണ് വെള്ളം ഉള്ളത്. പക്ഷെ ചിലപ്പോൾ നമുക്കതിൽ വെള്ളം കൂടുതലുണ്ടാവും. പിന്നെ പുഴുങ്ങലരിയൊക്കെയാണ് എന്തായാലും വെള്ളം കൂടും, കാരണം നമുക്കിതിൽ അങ്ങനെ അറിയാത്തതുകൊണ്ട് കുറച്ചധികം വെള്ളം ഉപയോഗിക്കേണ്ടി വരുമല്ലോ. എന്നിട്ട് അതിലേക്ക് ഇനി വെള്ളം കൂടുതലാണ് എന്നുള്ളൊരു കേസുള്ള സംഭവമാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു. എന്നിട്ട് കൂടുതലാണെങ്കിൽ ഒന്നുകിൽ നമ്മളിപ്പോൾ രണ്ടും എല്ലാ വിധത്തിലുള്ളതും നമ്മളിപ്പോൾ ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾക്ക് പുട്ടുപൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ പത്തൽപ്പൊടി, ഒറോട്ടിപ്പൊടിയാണ്, പത്തലിൻ്റെ ഒരു പൊടി കിട്ടും നാട്ടിൽ, അപ്പോൾ അത് വാങ്ങിയാൽ മതി. അപ്പോൾ ആ ഒരു പൊടി ഇടാം. അപ്പം ഞാൻ 2 സൈഡിലേക്ക് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം. ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. പത്തൽപ്പൊടി ഇട്ടാൽ നമ്മൾ സാധാരണ പോലെ തന്നെയായിരിക്കും, പക്ഷേ പുട്ടുപൊടി ഇട്ടിട്ട് എനിക്ക് തോന്നിയതാണ് പുട്ടുപൊടി ഇട്ടാൽ സെറ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ അത് രണ്ടും ഞാൻ 2 ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച സംഭവമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന കുഴക്കട്ട.
ആ ശരിക്കുള്ള ആ പൊന്നിയരി ഗ്രൈൻഡറിൽ അരച്ചത്. അപ്പോൾ അത് ഇങ്ങനെ അധികം വലിയതാക്കിയിട്ട് നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കരുത്, അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വരെ ഇങ്ങനത്തെ ഒരു കുറച്ച് ചെറിയ വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയിടണം. നല്ലോണം തേങ്ങ ചേർക്കണം. അത് രണ്ടുമാണ് ഇതിന് ശരിക്കുള്ള ആ രുചി കൊടുക്കുന്നത്. ഒന്ന് സൈസ് വലിയതാക്കാതിരിക്കുക, പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ തേങ്ങയും കൂടെ ചേർക്കുക. അപ്പോൾ നല്ല രുചിയായിരിക്കും ഇത്. എനിക്ക് തന്നെ ആ അനുഭവം ഉണ്ട്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ കുറേ മുന്നേ ഞാനിങ്ങനെ കുഴക്കട്ടയാണ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ട്, രസമില്ലല്ലോ എന്ന്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് കഴിച്ചിട്ട് നേരെ തിരിച്ചുള്ള അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ഇത് വേവുമ്പോൾ കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ, അപ്പോൾ ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവില്ല ആ ഒട്ടിപ്പിടിക്കലൊന്നും, പക്ഷേ നമ്മൾ ആ കളറ് മാറിയിട്ടുണ്ടാവും. നല്ല ചൂടുണ്ട്, അത് കഴിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു ഇതുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കളറ് മാറും. നമ്മൾ അടയൊക്കെ ഞാൻ പറഞ്ഞു തന്ന പോലെ സംഭവം അരിയുടെ കളർ അങ്ങോട്ട് മാറിയിട്ട് കുറച്ചൊരു ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആയിട്ട് വരും. അത് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കും. പിന്നെ പാലില്ലേ, പാലും പശുമ്പാലും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ പണ്ടത്തെ ഓരോ ഓർമ്മകളാണ് അതൊക്കെ, ചെറിയ കുട്ടികളാവുമ്പോഴുള്ള. ഇനി ഇതേ ബാക്കിയുള്ള കുഴക്കട്ടയും കൂടെ നമ്മളതിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതവിടെ മൂടി വെക്കാൻ, ഈ മൂടിച്ചമ്പ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. നമ്മളെ ഇഡലിത്തട്ടിലേക്ക് ഇങ്ങനെ തന്നെ ഉരുട്ടി അങ്ങോട്ട് ഇട്ടാൽ മതി. നമുക്ക് എളുപ്പമാണ് ഈ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് വ്യത്യാസമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ നമ്മളുടെ ആ മറ്റേ സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ആ കുഴക്കട്ട മുഴുവൻ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡിലേക്ക് മാറ്റി വെച്ചില്ലേ, പുട്ടിപ്പൊടി ഇട്ടതും പിന്നെ നമ്മൾ പത്തൽപ്പൊടി ഇട്ടതും. അപ്പോൾ അതിൽ നമ്മൾ തേങ്ങ മാത്രമാണ് ഇട്ടത്. അതിൽ നമ്മൾ ജീരകവും ഉള്ളിയും ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് തേങ്ങ ഇട്ട കുഴക്കട്ടയാണ് അത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിടുന്നത് പുട്ടുപൊടി ഇട്ട കുഴക്കട്ടയാണ്. ഇനി മറ്റേ സൈഡിൽ നമ്മൾ പത്തൽപ്പൊടി ഇട്ട കുഴക്കട്ടയാണ്. എൻ്റെയും കൂടെ ഒരു പരീക്ഷണമാണിത്, പുട്ടുപൊടി ഇട്ടത്. മറ്റേ സംഭവം പിന്നെ പത്തൽപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി തന്നെയാണല്ലോ, അതുകൊണ്ട് പിന്നെ എന്തായാലും നന്നാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് തുറക്കുന്നത്, അല്ലാതെ അപ്പം തന്നെ തുറന്നതല്ല. എന്നിട്ട് നമ്മൾക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മളുടെ കുഴക്കട്ടകളൊക്കെ എന്നുള്ളത്. എല്ലാതും ഇപ്പോൾ 3 തരത്തിലുള്ള കുഴക്കട്ടയാണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് നമ്മളുടെ പുട്ടുപൊടിയുടെ കുഴക്കട്ടയാണ്, കാരണം ഞാനും കൂടെ ഒരു എക്സൈറ്റഡ് ആണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പത്തൽപ്പൊടിയുടെ കുഴക്കട്ടയാണ്. ഇതിൻ്റെ കളറിൽ തന്നെയുള്ളൊരു വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ, ഒന്ന് വെള്ള കാണുന്നില്ല, വെള്ള തേങ്ങ മാത്രം ഇട്ടുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വെള്ള കളറിലുള്ള കുഴക്കട്ട ഇത് കിട്ടിയത്. ഇതാ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും കുറച്ച് നേരം വെച്ചാൽ മതി, അപ്പോഴാണ് നല്ല രസത്തിൽ കഴിക്കാൻ പറ്റുക. ആ ചൂടോടല്ല ഇത് ശരിക്കും കഴിക്കേണ്ടത്, ചൂട് കുറഞ്ഞിട്ടാണ്. മറ്റേതിൻ്റെ കളറിലൊരു വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ, ആ ജീരകം ഇട്ടുകൊണ്ടാണ് അതിന് കുറച്ചൊരു കളറ് ഒരു വൈറ്റ് അല്ലാത്തത്. നമ്മുടെ മീൻ മുളകിട്ടതെന്ന് നോക്കി, ആ പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇങ്ങനെ എടുത്തിടണം കേട്ടോ. കാരണം ആ പച്ചമുളകും പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചീച്ചിട്ടങ്ങ് കഴിക്കണം നമ്മൾ, എരിവൊക്കെ ആയിട്ട്. പുളിയും എരിവും. മത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ ആ സംഭവമൊക്കെ അങ്ങോട്ട് കൂട്ടി നമ്മളുടെ ഫസ്റ്റ് കുഴക്കട്ട പുട്ടിൻ്റെ കുഴക്കട്ടയാണ്. ആ കുഴക്കട്ട ഇതെല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ, പൊന്നിയരിയും പുട്ടുപൊടിയും എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ അതങ്ങോട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പം അത്ര രസം എന്ന് പറഞ്ഞാൽ അത്ര രസമാണ്. അപ്പോൾ അത് പുട്ടുപൊടിയാണ്, നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ പുട്ടുപൊടി വെച്ചിട്ട്. പിന്നെ നമ്മൾ അടുത്തത് പത്തൽപ്പൊടിയല്ലേ, ആ പത്തൽപ്പൊടി വെച്ചിട്ടുള്ളതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒന്നും പറയണ്ട. പിന്നെ നമ്മളുടെ സാധാരണ കുഴക്കട്ടയാണ്, അതും അങ്ങനെ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ജീരകം ഉള്ളതുകൊണ്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും, പക്ഷേ നമ്മൾ രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ പൊരിഞ്ഞോണ്ടിരിക്കുന്നതിൽ നല്ല മത്തി പൊരിച്ചതെടുത്തിട്ട് അങ്ങനെയും കഴിക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചോളൂ. തേങ്ങാപ്പാൽ കൂട്ടിയിട്ടോ പശുമ്പാൽ കൂട്ടിയിട്ടോ വെറുതെ നെയ്യും പഞ്ചസാരയും കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു കട്ടൻ ചായൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കുക. എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അത്ര രസമാണ്, ഞാൻ സന്തോഷത്തിലാണ്. ഇത് അത്രയും മനസ്സ് നിറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇത് തരുന്നത്.